ഹായ് ചിൽഡ്രൻ, വെൽക്കം ടു അവർ ചാനൽ ലേൺ തിങ്ക് ആൻഡ് ഗ്രോ. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സുകളുടെയും വീഡിയോകൾ ചാനൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഓരോ ക്ലാസ്സുകളുടെയും പ്ലേലിസ്റ്റ് ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ഇമെയിൽ ഐഡിയും വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പാഠം 4, ഒരുമയുടെ ആഘോഷം. ചിത്രത്തിലേക്ക് നോക്കൂ കൂട്ടുകാരെ. ഏതെല്ലാം പൂക്കളാണുള്ളത്? ചെമ്പരത്തി, മുല്ല, ജമന്തി. പൂക്കൾ മാത്രമാണോ ചിത്രത്തിലുള്ളത്? തുമ്പിയും പൂമ്പാറ്റയും ഉണ്ടല്ലേ? തുമ്പിയും പൂമ്പാറ്റയും കൂടാതെ വേറെ ആരാണ് മൂളിപ്പാട്ടും പാടി പൂന്തോട്ടത്തിലേക്ക് വരാറുള്ളത്? വണ്ടാണല്ലേ. തെച്ചി പൂത്തു, കണ്ണാന്തളിയും കാക്കപ്പൂവും വിരിഞ്ഞു, പിച്ചിയും ജമന്തിയും ചെമ്പകവും വിടർന്നു, എങ്ങും പൂമണം പരന്നു, പൂമ്പാറ്റകൾ പാറിപ്പറന്നു, വണ്ടുകൾ മൂളിപ്പാട്ടുപാടി, ഓണം വരവായി. ഏതെല്ലാം പൂക്കളാണ് വിരിഞ്ഞത്? തെച്ചി, കണ്ണാന്തളി, കാക്കപ്പൂവ്, പിച്ചി, ജമന്തി, ചെമ്പകം. പൂക്കൾ വിരിഞ്ഞു, എങ്ങും പൂമണം പരന്നു. പൂമണം പരന്നപ്പോഴോ പൂമ്പാറ്റകൾ എന്താണ് ചെയ്തത്? പൂമ്പാറ്റകൾ പാറിപ്പറന്നു. മൂളിപ്പാട്ട് പാടി വന്നതാരാണ്? വണ്ടുകൾ. വണ്ടുകൾ മൂളിപ്പാട്ടുപാടി. പൂക്കാലത്തിന്റെ ആഘോഷം വരവായി. ഏതാണ് ആഘോഷം? പൂക്കാലത്തിന്റെ ആഘോഷം ഏതാണ്? ഓണം. ഓണം വരവായി. ഓണവിശേഷം. ഓണം വന്നു തിരുവോണം, കേരള നാടിൻ പൊന്നോണം, തുമ്പ ചിരിക്കും തിരുവോണം, തുമ്പികൾ തുള്ളും പൊന്നോണം, പൂവിളി കേൾക്കും തിരുവോണം, പൂക്കളിറുക്കും പൊന്നോണം, മാബലിയെത്തും തിരുവോണം, മാമല നാടിനു പൊന്നോണം, ഊഞ്ഞാലാടി പാടി രസിക്കും മലയാളത്തിൻ തിരുവോണം, മലയാളത്തിൻ തിരുവോണം. ഓണം വന്നു, കേരള നാടിൻ്റെ പൊന്നോണം. ഓണവിശേഷങ്ങൾ എന്തൊക്കെയാണ് കവിതയിലുള്ളത്? തുമ്പ ചിരിക്കും തിരുവോണം, തുമ്പികൾ തുള്ളും പൊന്നോണം, പൂവിളി കേൾക്കും തിരുവോണം, പൂക്കളിറുക്കും പൊന്നോണം, മാബലിയെത്തും തിരുവോണം. മാബലി ആരാണ്? മഹാബലി. കേരളം ഭരിച്ചിരുന്ന അസുര രാജാവായിരുന്നു മഹാബലി. അദ്ദേഹം ഭരിച്ചിരുന്നപ്പോൾ രാജ്യത്തൊരിടത്തും കളവോ ചതിയോ ഉണ്ടായിരുന്നില്ല. ജനങ്ങളിൽ എപ്പോഴും സന്തോഷം കളിയാടി. അസുരന്മാരും ദേവന്മാരും വിരോധികളായിരുന്നു. മഹാബലിയുടെ ഉയർച്ചയിൽ ദേവന്മാർ അസൂയാലുക്കളായി. എങ്ങനെയും മഹാബലിയെ നശിപ്പിക്കുക, അതായിരുന്നു ദേവന്മാരുടെ ലക്ഷ്യം. മഹാബലിയുടെ ദാനശീലം മുതലാക്കാൻ ദേവന്മാർ തീരുമാനിച്ചു. ദേവന്മാരുടെ ആവശ്യപ്രകാരം വാമനവേഷത്തിൽ മഹാവിഷ്ണു മഹാബലിയുടെ അടുക്കലെത്തി. എന്നിട്ടോ ഭിക്ഷ ചോദിച്ചു. എന്താണെന്നറിയാമോ? 3 അടി മണ്ണ്. മഹാബലി
അത് നൽകാൻ തീരുമാനിച്ചു. വാമനനോട് 3 അടി മണ്ണ് അളന്നെടുക്കാൻ പറഞ്ഞു. പെട്ടെന്ന് വാമനൻ ആകാശം മുട്ടെ വളർന്നു. എന്നിട്ടോ ഒരു കാൽ ചുവട് കൊണ്ട് ഭൂമി അളന്നു. രണ്ടാമത്തെ ചുവട് കൊണ്ട് സ്വർഗവും പാതാളവും അളന്നു. മൂന്നാമത്തെ ചുവട് എവിടെ വെക്കും? മഹാബലി പറഞ്ഞു, പ്രഭോ, മൂന്നാമത്തെ കാലടി എന്റെ ശിരസിൽ വച്ചോളൂ. വാമനൻ അങ്ങനെ ചെയ്തു. അദ്ദേഹം മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി. വർഷത്തിലൊരിക്കൽ എന്റെ പ്രജകളെ കാണുന്നതിന് ഇവിടെ വരാൻ എനിക്ക് അനുവാദം തരണമെന്ന് പാതാളത്തിലേക്ക് പോകും മുമ്പ് മഹാബലി അനുവാദം ചോദിച്ചു. വാമനൻ സമ്മതിച്ചു. അങ്ങനെ മഹാബലി ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ തന്റെ ജനങ്ങളെ കാണാൻ വരുന്നുവെന്നാണ് ഐതിഹ്യം. കൂട്ടുകാർ മഹാബലിയുടെ ചിത്രം കണ്ടില്ലേ? അദ്ദേഹത്തിന്റെ കയ്യിൽ എന്താണുള്ളത്? ഓലക്കുട. ഓലക്കുട ചൂടിയിട്ടുണ്ടല്ലേ? തലയിലോ കിരീടമുണ്ട്. കഴുത്തിലും കയ്യിലും ആഭരണങ്ങളുണ്ട്. ചിങ്ങമാസത്തിലെ തിരുവോണ നാളിലാണ് മഹാബലി തന്റെ ജനങ്ങളെ കാണാൻ വരുന്നതെന്നാണ് വിശ്വാസം. എന്തെല്ലാം വിശേഷങ്ങൾ! ഓണവിശേഷങ്ങൾ എന്തൊക്കെയെന്നാണ് കവിതയിലുള്ളത്? തുമ്പ ചിരിച്ചു, തുമ്പികൾ തുള്ളി, പൂവിളി കേട്ടു, പൂക്കൾ ഇറുത്തു, പൂക്കളം ഒരുക്കി. എന്തൊക്കെയാണ്? തുമ്പ ചിരിക്കും, തുമ്പികൾ തുള്ളും, പൂവിളി കേൾക്കും, പൂക്കളിറുക്കും, പൂക്കളമൊരുക്കും. ആരാണ് ചിരിച്ചത്? തുമ്പ. തുമ്പ ചിരിച്ചു. തുള്ളിയതോ? തുമ്പികൾ. തുമ്പികൾ തുള്ളി. ഇറുത്തെടുത്ത പൂക്കൾ കൊണ്ട് എന്തു ചെയ്തിട്ടുണ്ടാവും? പൂക്കളമൊരുക്കിയിട്ടുണ്ടാവുമല്ലേ? അതെ, പൂക്കളമൊരുക്കാനാണ് പൂക്കളിറുക്കുന്നത്. പൂവേ പൊലി പൂവേ, നാളെയാണ് സ്കൂളിലെ ഓണാഘോഷം. അനഘയും ഉനൈസും പൂക്കൾ പറിക്കാനിറങ്ങി. അവർ പാട്ടുപാടി പൂവിറുത്തു. അനഘയുടെയും ഉനൈസിന്റെയും സ്കൂളിൽ എന്താണ് വിശേഷം? സ്കൂളിൽ ഓണാഘോഷമാണ്. അനഘയും ഉനൈസും എങ്ങനെയാണ് പൂവിറുത്തത്? അനഘയും ഉനൈസും പാട്ടുപാടി പൂവിറുത്തു. ഏതു പാട്ടാണ് അവർ പാടിയതെന്നറിയാമോ? തുമ്പപ്പൂവേ പൂത്തിരളേ, നാളേക്കൊരു വട്ടി പൂതരണേ. കാക്കപ്പൂവേ പൂത്തിരളേ, നാളേക്കൊരു വട്ടി പൂതരണേ. ബാക്കി വരികൾ നമുക്ക് എങ്ങനെ പാടാം? തെച്ചിപ്പൂവേ പൂത്തിരളേ, നാളേക്കൊരു വട്ടി പൂതരണേ. പിച്ചിപ്പൂവേ പൂത്തിരളേ, നാളേക്കൊരു വട്ടി പൂതരണേ. പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ. ഇന്ന് സ്കൂളിൽ ഓണാഘോഷമാണ്. അനഘയും ഉനൈസും വട്ടി നിറയെ പൂക്കളുമായി എത്തി. പൂക്കളം ഒരുക്കണം. കളം ഞാൻ വരയ്ക്കാം, മരിയ പറഞ്ഞു. അനഘയും ഉനൈസും എന്തുമായാണ് സ്കൂളിലെത്തിയത്? അനഘയും ഉനൈസും പൂക്കളുമായി സ്കൂളിലെത്തി. എന്തിനായിരിക്കും പൂക്കൾ കൊണ്ടുവന്നത്? പൂക്കളം ഒരുക്കണം. കളം വരച്ചതാരാണ്? മരിയ കളം വരച്ചു. നിറം നൽകാം. ചിത്രത്തിൽ തന്നിട്ടുള്ള പൂക്കളം കണ്ടില്ലേ? പൂക്കളത്തിന് നിറം നൽകണം. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള നിറങ്ങൾ നൽകി പൂക്കളം മനോഹരമാക്കുക.
അനഘയും ഉനൈസും മരിയയും കൂടി എങ്ങനെയുള്ള പൂക്കളമാണ് തീർത്തത്? നിറമുള്ള പൂക്കളം, ചന്തമുള്ള പൂക്കളം, വലിയ പൂക്കളം, ഞങ്ങളുടെ പൂക്കളം, ഒരുമയുടെ പൂക്കളം. എങ്ങനെയുള്ള പൂക്കളമാണ് അവർ തീർത്തത്? നിറമുള്ള പൂക്കളം, ചന്തമുള്ള പൂക്കളം, വലിയ പൂക്കളം. നോക്കൂ, ഇതിൽ ആവർത്തിച്ചു വരുന്ന പദം ഏതാണ്? പൂക്കളം. പൂക്കളത്തിന്റെ കൂടെ ചേർന്ന് വരുന്ന പദങ്ങൾ ഏതൊക്കെയാണ്? നിറമുള്ള, ചന്തമുള്ള, വലിയ, ഞങ്ങളുടെ, ഒരുമയുടെ. നിറമുള്ള പൂക്കളം, ചന്തമുള്ള പൂക്കളം, വലിയ പൂക്കളം, ഞങ്ങളുടെ പൂക്കളം, ഒരുമയുടെ പൂക്കളം. കൂട്ടുകാരെ, ഒരുമ ചേർന്ന് വരുന്ന മറ്റൊരു പദം പാഠഭാഗത്തുണ്ടല്ലോ. ഏതാണത്? ഒരുമയുടെ ആഘോഷം. നമ്മുടെ പാഠത്തിന്റെ പേരെന്താണ്? ഒരുമയുടെ ആഘോഷം. വായിക്കാം. ഓണം, തിരുവോണം, പൊന്നോണം. വാക്യം എഴുതാം. ഓണം വരവായി, പൊന്നോണം വരവായി, തിരുവോണം വരവായി. വേറെ എങ്ങനെ എഴുതാം? ഓണം വരവായി, പൊന്നോണം വന്നു, തിരുവോണം വന്നെത്തി. ഓണം വരവായി, പൊന്നോണം വന്നു, തിരുവോണം വന്നെത്തി. കൂട്ടുകാരെ, ചിത്രം നോക്കൂ. ചിത്രത്തിൽ എന്തൊക്കെയാണുള്ളത്? മാവേലി ഉണ്ടല്ലേ? പിന്നെയോ പുലികളിയുണ്ട്, ചെണ്ടമേളം, കുഴൽ വായിക്കുന്നു, മുത്തുക്കുട പിടിച്ചിട്ടുണ്ട്. കുറെ ആളുകൾ ബാനറൊക്കെ പിടിച്ച് വരിവരിയായി നടന്നു വരുന്നു. എന്താണത്? ഘോഷയാത്ര. പൂക്കളം തീർത്തു. ഇനി ഘോഷയാത്ര. ചെണ്ടമേളം ഉയർന്നു. രഘു മാവേലിയായി. അസ്സലായി, റിയാസ് പറഞ്ഞു. നഗരം ചുറ്റി ഘോഷയാത്ര സ്കൂളിൽ തിരിച്ചെത്തി. പൂക്കളം തീർത്ത ശേഷം നടന്ന പരിപാടി എന്താണ്? ഘോഷയാത്ര. മാവേലിയായത് ആരാണ്? രഘു മാവേലിയായി. ഘോഷയാത്രയിൽ എന്തൊക്കെയുണ്ട്? മുത്തുക്കുട, ചെണ്ട, പുലികളി, ഓലക്കുട, തോരണം, കുഴൽ, ഇവയെല്ലാം ഉണ്ടല്ലേ? ഘോഷയാത്ര തുടങ്ങി. ചെണ്ടമേളം ഉയർന്നു. മുത്തുക്കുടകൾ നിരന്നു. പുലികളി കളിച്ചു. തോരണം കെട്ടി. കുഴൽ വിളിച്ചു. ഓലക്കുട ചൂടി. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുവെന്നറിയിച്ച എല്ലാവർക്കും നന്ദി. 1 മുതൽ 7 വരെ ക്ലാസ്സുകളുടെ എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ചാനൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം. അതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തായി ജോയിൻ എന്ന ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. 1ഉം 2ഉം ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം.
ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. താങ്ക് യു.